മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മദർ തെരേസയെ പുണ്യവാളത്തിയാക്കി വളരെ പെട്ടെന്ന് മറ്റ് പുണ്യവാളന്മാർക്കെല്ലാം അനുശാസിക്കേണ്ടിയിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമയപരിധിയും തെളിവെടുപ്പും അത്രയും കാര്യമൊന്നുമാക്കാതെ മദർ തെരേസയെ കഴിഞ്ഞ ഞായറാഴ്ച പുണ്യവാളത്തിയായിട്ട് പ്രഖ്യാപിച്ചതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വളരെ നല്ല രീതിയിൽ ഭാരതത്തിന് അതൊരു അഭിമാനമാണ് എന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രതികരിക്കേണ്ടായി. സോണിയാഗാന്ധിയും പ്രതികരിച്ചു. ഭാരതത്തിലെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വത്തിക്കാനിലുണ്ടായിരുന്നു. അവർക്ക് വത്തിക്കാൻ അധികൃതര് നല്ല സ്വീകരണം നൽകുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് നമ്മുടെ നാടിനു വേണ്ടി ഒത്തിരി അധികം പ്രവർത്തിച്ച ഒരു കന്യാസ്ത്രീക്ക് ഒരു പുണ്യവാളത്തിയുടെ പദവി അവിടുത്തെ മത നേതാക്കൾ കൊടുത്തത് സാമാന്യ രീതിയിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ വേദനാജനകമായ കാര്യം, ഈ ക്രൈസ്തവരുടെ പുണ്യവാളന്മാരുടെ ലിസ്റ്റ് നോക്കിയാൽ മതം മാറ്റാൻ വേണ്ടി മാത്രം ക്രൂരത കാണിച്ചവരും ചതിയും വഞ്ചനയും അതുപോലെയുള്ള തിന്മകളും കാണിച്ചവരുടെ ലിസ്റ്റിൽ അവരെയാണ് യഥാർത്ഥത്തിൽ പുണ്യവാളന്മാരാക്കുക. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവര്, ക്രിസ്തു മതത്തിന് വേണ്ടി ജീവിച്ചവര്. വാലന്റൈൻസിന്റെ ചരിത്രം മാതൃഭൂമിയിൽ ലെറ്റേഴ്സ് ടു എഡിറ്ററിൽ ഒരു അച്ഛൻ തന്നെ എഴുതുകയുണ്ടായി. സ്ത്രീകളെ പുരുഷന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന, വിവാഹം കഴിപ്പിക്കുന്ന ഒരു ബ്രോക്കർ പോലെയുള്ള ആളാണ് വാലന്റൈൻ. ഇപ്പൊ എന്തോ ഇപ്രാവശ്യം ഇന്ത്യയിൽ വാലന്റൈൻസ് ഡേ കാര്യമായിട്ട് ആഘോഷിച്ചില്ല. അതേപോലെ സെന്റ് ജോർജ് എന്ന് പറയുന്ന ആള് ഒരു രാജാവിന്റെ മകളെ ഒരു ഡ്രാഗൺ എന്ന മൃഗത്തിൽ നിന്ന് രക്ഷിച്ചതിനാണ് രാജാവിന്റെ റെക്കമെൻഡേഷനിലൂടെ ഈ പട്ടാളക്കാരനെ സെയിന്റ് ജോർജ് ആക്കിയത്. സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ 1-ാം നമ്പർ കൊലയാളിയെയാണ് സെയിന്റ് ആക്കിയത്. അൽഫോൺസാമയ്ക്ക് എന്ത് പ്രത്യേകതയുണ്ടായിട്ടാണോ സെയിന്റ് ആക്കിയതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് കുറെ സെയിന്റുകൾ ഉണ്ടാക്കാൻ അരിച്ചു പെറുക്കി നോക്കിയപ്പോഴത്തേക്കും 10-25 വർഷം ഭ്രാന്തിയെ പോലെ വീട്ടിനകത്ത് പൂട്ടിയിരുന്നവര് ആ ഭ്രാന്ത് അവർക്കുണ്ടായത് യേശുക്രിസ്തുവിനോടുള്ള ഭക്തി കൊണ്ടാണ് എന്ന രീതിയിൽ വരുത്തി തീർത്ത് അൽഫോൺസാമയെ പുണ്യവാളത്തിയാക്കി. പിന്നെ നീലകണ്ഠപിള്ള എന്ന നായരെ പുണ്യവാളനാക്കാനായിട്ട് നാഗർകോവിൽ പ്രദേശത്ത് നിന്ന് കുറെ കൂടി നായന്മാരെ ക്രിസ്ത്യാനി മതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങേര് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ചതിന് യേശുക്രിസ്തുവിന് വേണ്ടിയാ മരിച്ചതെന്നും യേശു ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ഹിന്ദുക്കളാണ് കൊന്നതെന്നൊക്കെ പരോക്ഷമായിട്ട് വരുത്തി തീർത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്നൊക്കെ വരുത്തി തീർത്ത് അങ്ങേരെ പുണ്യവാളനാക്കാൻ പോകുന്നു. ലോകത്തിൽ ഒരിക്കലും കേൾക്കാത്തൊരു പേരാണ് ഏവു പ്രാസ്യാമ്മ. അമ്മച്ചിയെയും പുണ്യവാളത്തിയാക്കാനായിട്ടുള്ള പരിപാടി. പിന്നെ ചാവറയച്ചൻ എന്താണാവോ ചെയ്തത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആൾദൈവങ്ങളാക്കുന്ന, മരിക്കുന്നവരെ ആൾദൈവങ്ങളല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾദൈവങ്ങളാക്കുക. ആരുടെയെങ്കിലും വയറുവേദനയോ പല്ലുവേദനയോ ഒക്കെ മാറ്റി എന്ന രീതിയിൽ അങ്ങനെ ഒന്നും പെടാത്ത ഒരു മദർ തെരേസയെ ഭാരതത്തിലെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്ന കാരണത്താല് അത് യേശുവിനുള്ള ശുശ്രൂഷയാണെന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന കാരണത്താൽ അവരെ പുണ്യവാളത്തിയാക്കി. എന്നാലും 2 കാര്യം മനസ്സിൽ നിലനിൽക്കുന്നു. അവര് തന്നെ ജനിച്ച ഒരു രാജ്യമുണ്ട്. അവിടെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലുള്ള ലോകത്തിലെ ഒരു രാജ്യമാണ്. അവിടെ ഇവർ ഒരു സേവനവും നടത്താതെ ഈ നാട്ടിൽ വന്ന് പാവങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം ചെയ്തതിൻ്റെ പുറകിലുള്ള ദൈവീക കർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ കർമ്മം എന്ന് പറയുന്നത്, അവരുടെ പരമദാരിദ്ര്യമുള്ള മാതൃഭൂമിയിൽ 100% ക്രിസ്ത്യാനികളാണ്. അവിടെ പ്രത്യേകിച്ച് ഇനി മതം മാറ്റാനൊന്നും ആരും ഇല്ല. അവിടെയുള്ള ഒറ്റ ആൾ പോലും ഇവരുടെ കൂടെ കന്യാസ്ത്രീകളായിട്ട് പുറത്തേക്കോട്ട് വരികയില്ല.
ആ രാജ്യത്തുകാർക്ക് ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അറപ്പാണ്. അത്ര ദാരിദ്ര്യത്തിലായിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ചാരിറ്റീസിൻ്റെ ഇത് തുടങ്ങുകയും ധാരാളം ഹിന്ദുക്കൾക്ക് ഇഷ്ടംമാതിരി കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞിട്ട് കന്യാസ്ത്രീകളാക്കുകയും സേവനത്തിൻ്റെ മറവിൽ മതപരിവർത്തനം നടത്തുകയും കൽക്കട്ട കാളിക്ഷേത്രത്തിൻ്റെ 3/4 ഭാഗവും കയ്യേറി ഏതാണ്ട് 20 അടി പൊക്കമുള്ള മതിൽ കെട്ടി അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്നറിയാതെ വിദേശികൾ നിരന്തരം കയറി ഇറങ്ങുന്നതും ഭാരതത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള വീഡിയോ എടുക്കുന്നതും എല്ലാം നടക്കുന്നത് ഈ മദർ തെരേസയുടെ ക്യാമ്പിലാണെന്ന് നേരിട്ട് അവിടെ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ വിധിയുണ്ടായ വ്യക്തിയാണ് ഞാൻ. അതെല്ലാം ഒരു വശമാണെങ്കിലും ഭാരതത്തിലെ കുറേ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും രോഗികൾക്കും സഹായമെത്തിച്ച ഒരു സ്ത്രീയെ പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആരാണോ ജീവിക്കുന്നത് അവർ മാത്രമാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വേദവരികൾ നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ, ജനങ്ങളെ സേവിക്കുന്നതാണ്, മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്, ഈശ്വരനെ സ്നേഹിക്കുന്നതും പൂജിക്കുന്നതും എന്ന് പറഞ്ഞ വേദവരികൾ അന്വർത്ഥമാക്കിയ ആ മദർ തെരേസയ്ക്ക് എന്തെല്ലാം ദുരുദ്ദേശം അതിൻ്റെ പുറകിലുണ്ടെങ്കിലും അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിൽ ഒരു തരത്തിൽ നിർവികാരമായിട്ട് സംതൃപ്തി തോന്നുന്നു എന്ന് നിങ്ങളോട് പറയും. പ്രണാമം, നമസ്കാരം.